ശ്രീ എം ജയചന്ദ്രൻ, താങ്കൾ നേരത്തെ നിരീക്ഷിച്ച വളരെ കാതലായൊരു വിഷയം മുമ്പോട്ട് വെച്ചത് കർഷക സമരത്തിൻ്റെ കാര്യത്തിൽ മോദി തുടക്കത്തിൽ ആ ഭരണകൂടം എന്താണ് ചെയ്തത്, അതിനുശേഷം എങ്ങനെയാണ് അവർ മുട്ടുമടക്കേണ്ടി വന്നത്, അതെങ്ങനെയാണ് രാഷ്ട്രീയമായ ആഘാതം മോഡിക്ക് ഏൽപ്പിച്ചത്, അതിനേക്കാൾ വലിയ ആഘാതം ഇവിടെ ഉണ്ടാകും എന്ന് താങ്കൾ പറയുമ്പോൾ ഇനിയും തെരഞ്ഞെടുപ്പിന് ഒരുപാട് കാലങ്ങളുണ്ട്. ഇപ്പോൾ ABVP നേതാവ് ശ്രീ ഗോകുൽ കൃഷ്ണ ഒക്കെ വാദിച്ചതുപോലെ ഈ വിധത്തിലേക്ക് മോദി സർക്കാരിന് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഹാൻഡിലുകൾക്ക്, വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾക്കൊക്കെ കുപ്രചരണത്തിനുള്ള നിരവധി അവസരങ്ങൾക്കുള്ള സമയമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയമായ മൂർച്ച രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ബോധവൽക്കരിക്കാൻ ഈ സമരം കാരണമായി. അത് തുടരും എന്ന് നേരത്തെ രഞ്ജിനി ഹരിദാസ് പ്രതീക്ഷ പ്രകടിപ്പിച്ചതുപോലെ ഉണ്ടാകുമോ? അതിലേക്കുള്ള എന്തൊക്കെ എലമെൻറ്റുകളാണ് താങ്കൾക്ക് മുമ്പോട്ട് വെക്കാനുള്ളത്? അജുഷ, അത് നമ്മൾ നോക്കുമ്പോൾ 2014 നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം എന്തായിരുന്നു? ഒറ്റ വാചകത്തിലായിരുന്നു, അബ് കി ബാർ 400 പാർ, ഇത്തവണ 400 മേൽ. ഇതായിരുന്നു മുദ്രാവാക്യം. അങ്ങനെയാണല്ലോ അവര് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അങ്ങനെയായിരുന്നല്ലോ, കോടിക്കണക്കിന് രൂപ ഒഴുക്കിക്കൊണ്ട് ഈ മുദ്രാവാക്യം വെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിനെയാണ് ജനങ്ങൾ ചുരുട്ടിക്കൂട്ടി 240 എത്തിച്ചത്. അതിന്റെ പ്രധാനപ്പെട്ട ചാലശക്തിയായിട്ട് നിന്നത് കർഷക സമരമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഈ 240 സീറ്റിലേക്ക് BJP 400-ൽ പരം സീറ്റ് പ്രതീക്ഷിച്ച BJPക്ക് 240 സീറ്റ് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത നിലയിലേക്ക്, ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം BJPക്ക് ഇല്ല, സഖ്യകക്ഷികൾ ഇല്ലെങ്കിൽ ആ നിലയിലേക്ക് മാറേണ്ടി വന്ന ഈ ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നതിന് കാരണം ഇന്ത്യയിലെ കർഷകരാണ്. ഇന്ത്യൻ കർഷകരെയാണ് വഞ്ചിക്കാൻ ശ്രമിച്ചത്. അവർ ചെറുത്തു നിന്നു. ആ ചെറുത്തു നിൽപ്പ് വിജയിച്ചിട്ടേ അവർ മാറിയുള്ളൂ. അതിന്റെ പ്രതിഫലനമായിരുന്നു 240 എന്നുള്ളത്. ഇനിയിപ്പോ അന്ന് സംഭവിച്ച ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. 80 സീറ്റ് ഉണ്ടായിരുന്ന UP-യില് ആകെ ടോട്ടൽ 80 സീറ്റ്, അതില് 2024 വരെ BJPയുടെ സീറ്റ് എത്രയായിരുന്നു? 69. 24 ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ BJPക്ക് എത്ര സീറ്റ് കിട്ടി? 37. എവിടെ പോയി ബാക്കി? കൃഷിക്കാർ കൊണ്ടുപോയെന്നേ. അതാ സംഭവിച്ചത്. അഖിലേഷ് യാദവിന് സ്ട്രേറ്റ് 39 കിട്ടിയില്ലേ? അങ്ങനല്ലേ വന്നത് സമാജ്വാദി പാർട്ടി. അത് ഒരു കാര്യം. അത് അത്തരത്തിലുള്ള നിരവധി ഈ കർഷക പ്രതിഷേധങ്ങളുടെ സംഘാതം അഖിലേന്ത്യാ തലത്തിൽ, ഉത്തരേന്ത്യയിൽ മൊത്തത്തിൽ കയറി വരുന്നത് നമ്മൾ കണ്ടു. ഇവിടെ നമ്മളിപ്പോ ഇതൊക്കെ പറയുമ്പോഴും ഈ CJPയുടെ സമരത്തെ നമ്മൾ വിജയമാണെന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ ഇവിടെ ആർക്കും നിരാശയൊന്നും ഇല്ല. ഗോകുലെ, ഒരു നിരാശയുമില്ല. വാസ്തവത്തിൽ എനിക്ക് അഭിമാനകരമായ സന്തോഷമാണ്, വളരെ അഭിമാനകരമായ സന്തോഷമാണ് തോന്നുന്നത് ഈ വിജയത്തിൽ. പക്ഷേ ഒരു കാര്യത്തിൽ വിമർശനമുണ്ട്, ശക്തമായ വിമർശനമുണ്ട്. എന്താണ് കോൺഗ്രസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? രാഹുൽ ഗാന്ധി എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? CJPയുടെ വിജയത്തിന് ഒരു ക്രെഡിറ്റ് കൊടുക്കാൻ ആ മനുഷ്യൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ കൂടെയല്ലേ ബാക്കി പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇന്നും നിലകൊള്ളുന്നത്, ഇല്ലേ? എന്നിട്ട് ഈ CJP ഒരു വാക്കുകൊണ്ടെങ്കിലും അഭിനന്ദിക്കാൻ ആ പ്രതിപക്ഷ നേതാവ് തയ്യാറായോ? അവരുടെ പാർട്ടിയിൽ ആരെങ്കിലും തയ്യാറായോ? KC വേണുഗോപാൽ ഉൾപ്പെടെ ആരെങ്കിലും തയ്യാറായോ? ഇല്ലല്ലോ. അപ്പൊ എന്താണ് ഇത് കാണിക്കുന്നത്? അത് ഒരു സംശയമില്ലാതെ പറയാം, അത് അസൂയ തന്നെയാണ്. ഇത്തരത്തിൽ ഒരു മാസ് മൂവ്മെന്റായി മാറുന്ന ഈ പ്രക്ഷോഭത്തിനെ അതിനോടുള്ള അവർക്കുള്ള അസഹിഷ്ണുത തന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് അവിടെ പ്രകടിപ്പിച്ചത്. വയനാട്ടിൽ വന്ന് പ്രിയങ്ക ഗാന്ധിയും കാണിച്ചത്, KC വേണുഗോപാലും ഡൽഹിയിൽ അത് തന്നെയാണ് കാണിച്ചത്. അതിന് പ്രതിഷേധാർഹമായ വിമർശനാത്മകമായ വശം തന്നെ ആയിരിക്കുമ്പോഴും ഇത് വലിയൊരു മുന്നേറ്റമായിട്ട് വരികയായിരുന്നു. ആ മുന്നേറ്റത്തിൽ